അല്ല അതിനോ നാളെ രാത്രിക്കുള്ളിൽ എത്തിച്ചാൽ പോരെ? ഇന്ന് വൈകുന്ന അല്ല, ഞാൻ രാത്രിക്കുള്ളിൽ ഗൂഗിൾ പേ ചെയ്യും ഉറപ്പായിട്ടും. ആ വിശ്വസിക്കേട്ടാ. ആ സുരേന്ദ്ര, ഇന്ന് 500 പോരെ? ആ എങ്ങനെങ്കിലും ഞാൻ അയക്കോ, ഉറപ്പ് അയക്കോ. ഇല്ലടാ, തീർച്ചയായും തീർച്ചയായും അയക്കോ. അതയച്ചോളാം അതയച്ചോളാം. കാശൊന്നുമില്ല. കാശൊന്നുമില്ല. കാശില്ല. ആ മനസ്സിലായി മനസ്സിലായി. മനസ്സിലായില്ലേ? ആരാണ്? രാജു. രാജു ഞാനേ വന്നൂരേ കാശ് കാണുന്നില്ല. കാശോ? കാശൊന്നുമില്ല. കുറച്ച് മതി. ആ അത് കാശൊന്നുമില്ല. അത് കണ്ടതോ? കാശില്ല. ഫുള്ള് വാങ്ങാനുള്ള കാശ് കാശില്ല. നിന്റെ അവസ്ഥ അറിയാം. നാളെ നാളല്ല 2 ദിവസത്തിനുള്ളിൽ തരും. കാശില്ല. കാശില്ല. മനസ്സിലാക്കി. കാശില്ല. നമ്മുടെ സഹോദരനാണ് അവനെ സഹായിക്കല് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മളിങ്ങനെ പണക്കാരെ നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് സുഖസുന്ദരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരനായ ഒരു മുസ്ലിമായ നമ്മുടെ സഹോദരനായ അൽ മുസ്ലിം അസുൽ മുസ്ലിം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെയുള്ളൊരു മുസ്ലിമായ ഷെരീഫ് അവിടെ വളരെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ സുഖസുന്ദരമായി ജീവിച്ചാൽ പടച്ചോൻ നമ്മൾ പുറത്തില്ല സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി പറയുന്നില്ല. ഈ ഒരാഴ്ചത്തേക്ക് നീട്ടി വെക്കുന്നില്ല. നമ്മൾ അടുത്ത വെള്ളിയാഴ്ച വരുമ്പോഴേക്കും അതല്ലേ അതിന് മുമ്പായിട്ട് നിലക്ക് അവനെ നേരിട്ട് എത്തിക്കാൻ പറ്റുമെങ്കിൽ നേരിട്ട് ഏൽപ്പിക്കാം. അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ കമ്മിറ്റിയിലേക്ക് നിങ്ങൾക്ക് സാധിക്കുന്ന സംഖ്യ നമ്മൾ ഈ മഹനകാർ നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന സംഖ്യയുള്ളത്. അപ്പൊ എല്ലാവരും പൂർണ്ണമായി സഹകരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. സഹകരിക്കുകയില്ലേ എന്നൊരു ചോദ്യം പ്രജാവിലാണ് എന്ന് എനിക്കറിയാം. അതിന്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും സഹായിക്കുമെന്നും നമ്മുടെ സഹോദരനെ അവന്റെ ക്ലേശത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അത്രയും ഉണർത്തുകയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റു മുസ്ലിമീങ്ങൾ നാക്കാലും പ്രവൃത്തിയാലും അവനിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്. അവന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷണം കിട്ടിയവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ അധ്യാപനം നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഞാൻ നമ്മുടെ മതം നമ്മുടെ ജനങ്ങൾക്ക് ഉത്ബോധനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരെ ഉണർത്തിയെന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത്ര സിമ്പിളാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. എൻ്റെ അഭിപ്രായങ്ങൾ ഞാനൊക്കെ ശ്രദ്ധിച്ചു. ഉസ്താദിനെ പറയുമ്പോൾ കേട്ടിട്ടുള്ള രീതിയൊക്കെ എല്ലാവരും മൊത്തൊരു എന്തോന്നില്ലാത്തൊരു സന്തോഷം. ആ തലയിൽ കിട്ടിയ സാധനം വെച്ച് ഒരു വൃത്തി കാണുമ്പോൾ പുറത്തത്തെ അവസ്ഥ നോക്കുമ്പോൾ മുടിയൊക്കെ ചീർത്തി ചെത്തി പിടിച്ച് എൻ്റെ ചെറുക്കൻ്റെ അവസ്ഥ ഉണ്ടായി. എൻ്റെ പൈസ മൊത്തം പോലെ ഇവരെന്തൊക്കെ ഓൺലൈൻ എന്തൊക്കെ ഇപ്പം 500 രൂപ ഒത്തിരി വെച്ചാൽ എനിക്കാണെങ്കിൽ കൂലിപ്പണി ഞാൻ പറയണം ജയിലിലാണ്. അതിനുള്ള കട മൊത്തം മൊത്തം ഈ 2 സിമ്മുണ്ട്. ഒരു സിമ്മുണ്ട് ഇതിനുള്ള ഫോൺ മൊത്തം ഞാൻ കുറവാണല്ലോ എഴുതി ഫുൾ അറ്റൻഡ് ചെയ്തു. ആരെത്ര കിട്ടില്ല പൈസ എത്ര ചോദിക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉസ്താദ് എഴുതിയതല്ല. അമ്പലം എന്താണത് ഇവിടെ കണ്ടതൊരു ഈ കാഴ്ച യാത്ര ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ല, നിങ്ങൾക്ക് സഹായം ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിം ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് മാത്രമല്ല സഹായം ചെയ്യാൻ ഇല്ല, നിങ്ങൾക്ക് ഒരു മുസ്ലിം ആവേണ്ട ആവശ്യമല്ലല്ലോ. അത് യാതൊരു പ്രശ്നമില്ല. നിങ്ങളൊരു മനുഷ്യനാണോ, മനുഷ്യനെ ബഹുമാനിക്കുക, മനുഷ്യനെ സഹായിക്കുക എന്നാണ് ഞങ്ങളുടെ പറയുന്നത് പഠിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ പള്ളി കമ്മിറ്റിക്ക് ഒരു കത്ത് എഴുതി തന്നു കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായം വേണ്ടോ നിങ്ങൾക്ക് അത് ഞങ്ങൾ നാട്ടുകാരും എല്ലാം മുസ്ലിങ്ങളും ചേർന്ന് നിങ്ങൾ ചെയ്തു തരും. നിങ്ങളൊരു മുസ്ലിം എന്നല്ല, നിങ്ങളൊരു മനുഷ്യനാണ്. എക്കത് കറന്ന ബനിയാടെന്നാണ് അത് അറബിയാണ്. നമ്മള് മനുഷ്യന്മാരെ അള്ളാഹു ബഹുമാനിച്ച ഒരു വർഗമാണ് നമ്മൾ. ദൈവം മനുഷ്യനെ ബഹുമാനിച്ചിട്ടുണ്ട്. ആ ദൈവത്തിന്റെ അടിമകളിൽപ്പെട്ട ഒരു മനുഷ്യനാണ് താങ്കൾ. അപ്പൊ താങ്കളെയും ബഹുമാനിക്കും, താങ്കളുടെ കാര്യങ്ങൾ നിറവേറ്റി തരല് ഞങ്ങളെല്ലാവരും ഉത്തരവാദിത്തമാണ്. അതിലൊരു മതമോ ജാതിയോ അതിൽ ഒരു ബാധകമേ അല്ല. അല്ല, നിങ്ങൾക്ക് എന്താ പ്രശ്നമുണ്ട് ഞങ്ങൾ കമന്റ് ചെയ്ത് രേഖ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. എന്തുകൊണ്ടെങ്കിൽ കോളേജിൽ ആദ്യം സംശയം നമ്പർ എൻ്റെ റൂമിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രാജീവൻ കേറുക. അല്ല, എനിക്ക് പണമല്ല ആവശ്യം. ഞങ്ങളെ പറഞ്ഞ ആശയങ്ങൾ എന്തൊക്കെയോ എല്ലാത്തൊരു മാറ്റം ഉണ്ടായി. ഞാൻ നല്ല രാത്രി മൊത്തം അത് ചിന്തിച്ച് എനിക്ക് നിങ്ങൾ മനസ്സിലുണ്ട് മുസ്ലിം ആണോ. ഇത് മനസ്സില് സ്വയം തോന്നലുകൊണ്ട് തന്നെയാണ്. അത് ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ടൊന്നും ഇല്ലല്ലോ. ആരും നിർബന്ധിച്ച ഇവിടെ കേട്ട് നോക്കാം. രാത്രി ഫുൾ ചിന്തയിലാതെ ഇത് നമ്മുടെ ഇസ്ലാമിലെ കാരണം നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ ഇസ്ലാം അനുവദിക്കുന്നു. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവى വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദില്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയ യുസീബുഹാ വഇംറഅത്തിൻ യതസവ്വജുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. നമ്മുടെ എന്ത് പ്രവർത്തനം നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചായിരിക്കും ദൈവം നമുക്ക് പ്രതിഫലം നൽകും. താങ്കൾ ഇസ്ലാമിലേക്ക് വന്നത് താങ്കൾക്ക് പണം കിട്ടണമെന്നോ താങ്കൾക്ക് പ്രൗഢി കിട്ടണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ച് കൊണ്ടാണെങ്കിൽ താങ്കൾ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ യാതൊരു കാര്യമില്ല. അല്ലാതെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടാണെങ്കിൽ നമ്മുടെ പൂർണ്ണമായിട്ട് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇസ്ലാമിലേക്ക് നടക്കാൻ വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. 2 വാക്ക് ഞാൻ ചൊല്ലിത്തരും, അത് ചൊല്ലിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മുഖം കൈയിട്ട് അവിടെ നിന്ന് മുഖം കൈകിട്ട് ജസ്റ്റ് ഒന്ന് കൈകിട്ടാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്.
പ്രവാചകനാണെന്ന് പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സാക്ഷ്യം വഹിക്കുന്നു. അതാണ് ഒരു മുസ്ലിമായിരിക്കുന്നത്. എനിക്ക് പറയാൻ കൂടുതലൊന്നും പറയാനില്ല. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ കമ്മിറ്റിക്കാരെ അറിയിക്കും. പിന്നെ നിങ്ങൾ ഇപ്പോൾ പണത്തിൻ്റെ അത്യാവശ്യമുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ കമ്മിറ്റിയുടെ ബൈത്തുൽ മാൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് മുസ്ലിങ്ങൾക്ക്. ബൈത്തുൽ മാലിനാണ് പേര്. നാട്ടിലെ മുസ്ലിങ്ങളായ സഹോദരങ്ങൾക്ക് നമ്മുടെ പള്ളി കമ്മിറ്റിയിൽപ്പെട്ട എന്തെങ്കിലും സഹോദരന്മാർക്ക് നമ്മുടെ നാടിൻ്റെ പരിധിയിൽപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈത്തുൽ മാലിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല. അതിൽ കൊടുക്കാൻ ഉത്തരവാദിത്തം എനിക്കാണുള്ളത്. താങ്കൾക്ക് താങ്കളുടെ അത്യാവശ്യ സ്ഥിതികൾ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ കുറച്ച് പൈസ കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സ്വീകരിക്കണം, സ്വീകരിക്കാതിരിക്കരുത്. അത് പ്രശ്നമില്ല, അത് നിങ്ങൾക്ക് അവകാശപ്പെട്ട പൈസയാണ്. വളരെ ഉപകാരം. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ആദ്യത്തെ ഞാൻ ഇത് എൻ്റെ പ്രത്യേകതയല്ല, ഇത് നമ്മുടെ മതത്തിൻ്റെ പ്രത്യേകതയാണ്. അതിൻ്റെ നന്ദിയുടെ ഉപവാചാരവാക്കൊണ്ടൊന്നും ആവശ്യമില്ല. നല്ല മുസ്ലിമായിട്ട് ജീവിക്കാൻ മാത്രമാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ഇസ്ലാമിൽ എന്തൊക്കെ ചെയ്യേണ്ട കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പള്ളി കമ്മിറ്റി നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ പള്ളി കമ്മിറ്റിക്കാരുടെ നിങ്ങളുടെ കാര്യം പറയാം. നിങ്ങളുടെ നാട്ടുകാരാണ് പറ്റുന്ന ദിവസങ്ങളൊക്കെ പള്ളിയിലോട്ട് ഒന്നോട് അത് കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ഇന്ന് പുച്ച് ചെയ്യുന്ന വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങളുടെ വീട്ടിലേക്ക് പള്ളി കമ്മിറ്റിക്കാർ വരും. കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരും. അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. യാതൊരു പേടിക്കേണ്ട. നിങ്ങൾക്ക് നാട്ടുകാർ മുഴുവൻ നിങ്ങളൊക്കെ സപ്പോർട്ടിനുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. ഇന്ന് പണിയില്ലേ? അതെ, അത് പോയിട്ട് പറ്റുമ്പോൾ ശരി. കയ്യിൽ ക്യാഷായിട്ടൊന്നുമില്ല. കാശ് നിങ്ങൾ പിടിച്ച് ഇപ്പം ഒന്നുമില്ല. ദബാലയൊക്കെ പോയി അതേട്ടാ, ഈ അവസ്ഥയിലൊക്കെ മാറ്റുക. ഇപ്പൊ എന്താ കാശ് വേണം. എത്ര വേണ്ടേ? കാശ് ഒന്നുമില്ല. കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുടിക്കാനാണോ? നീ കുടിക്കോ ഈ പൈസക്ക്? അല്ലാതെ ഇപ്പോൾ മുടി മാറ്റാനില്ല. ശീലായില്ലേ? പൈസ ഞാൻ എത്ര വെച്ചാ കാശ് വേണം. ചേട്ടാ എല്ലാം തരുന്ന എൻ്റെ രാജ്യമായിട്ട് നിങ്ങൾ കാശിന് ഇതെടുത്ത് കൊണ്ടപ്പോൾ ഞാൻ തന്നിരുന്നോ? ഞാൻ ഇപ്പൊ പഴയ രാജീവേട്ടനല്ലേ. നിങ്ങൾ വല്ല മാറ്റം കാണുന്നു. തൊപ്പിയൊക്കെ തൊപ്പിയൊക്കെ എന്താ രാജ്യമായിട്ടിന് തൊപ്പി? ഞാൻ ഇപ്പൊ ഒരു മുസ്ലിമായിട്ട്. മുസ്ലിമോ? അതെ, അതായത് എന്നെ കണ്ട് ഞാൻ ചോദിച്ചല്ലോ, അതിന് ശേഷം കുറച്ച് മാറ്റങ്ങൾ വന്നു. ആ തൊപ്പിയുണ്ട്. ആ തൊപ്പി മാത്രല്ല, മനസ്സാണ് മാറിയത്. അതായത് ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? മുസ്ലിമീങ്ങൾ. ഇസ്ലാം. ആ ഞാൻ നേരിട്ട് മതം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ പുതിയ പേര് റഹ്മാൻ എന്നാണ്. റഹ്മാൻ. റഹ്മാൻ റഹ്മാൻ രാജീവൻ അല്ല, അത് മാറ്റി. അതായത് ഞാൻ ഇപ്പോൾ ആകെ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ മതം ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിന് ഈ കള്ളു എന്താണ് നിരോധിക്കപ്പെട്ട ഒന്നാണ്. അവ കള്ളു പറ്റില്ല. ആ ഏട്ടൻ എങ്ങനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്? ഈ കള്ളുടി എന്ന ഉറപ്പാണല്ലോ. അന്ന് ഏട്ടൻ്റെ ഈ മനസ്സനുസരിച്ച് ഏട്ടൻ അന്ന് അങ്ങനെ പറയില്ല. പക്ഷെ ഏട്ടൻ അന്ന് മുടി കുടിച്ച് ആ മസ്തിലായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ഏട്ടൻ്റെ സഹോദരന്മാരെ അച്ഛൻ്റെ സ്വഭാവമൊക്കെ നമുക്കറിയാം. പക്ഷെ താങ്കള് ചെറിയ അനിയനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഈ കുടിയാണ്. അപ്പൊ ഈ കുടി എന്നുള്ളത് എന്താണ്? ഇസ്ലാം നിരോധിക്കുന്നുണ്ട്. പറ്റില്ല. പിന്നെ ഇസ്ലാം പഠിപ്പിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം എന്നാണ്. നീ ചോദിക്ക് ഇസ്ലാമിനെ കുറിച്ച്. എല്ലാ എനിക്ക് ഈ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ അത് നമുക്ക് ശരിയാക്കാം. കുടി നിർത്താൻ പറ്റില്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇസ്ലാമിനെ കുറിച്ച് അറിയാം. വൈകുന്നേരം എൻ്റെ കൂടെ ഒരു സ്ഥലം വരാം. ആ ശരിയല്ലേ? പൈസ എത്ര പോലെ? പൈസ ശരി. അത്